പ്രൈസ് ദി ലോർഡ്. 38 വർഷമായി ആമേൻ ഹല്ലേലൂയ കുളക്കരയിൽ കിടക്കുന്ന ഒരു തളർവാദ രോഗിയെ വചനം പരിചയപ്പെടുത്തുന്നു. അവൻ 38 വർഷമായി കിടക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, 38 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ ആമേൻ ഹല്ലേലൂയ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകരമാണ്. ആരും ഒന്നും സഹായിക്കാനില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല. അവിടെ ആ കുളത്തിൻ്റെ കരയിൽ ദൂതൻ ഇറങ്ങുമ്പോൾ, കുളം കലക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവനെ ഒന്ന് സഹായിപ്പാൻ ആരുമില്ല. ഇവൻ ആ കുളത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആരെങ്കിലും ഇറങ്ങി സൗഖ്യം പ്രാപിക്കും. നമ്മുടെ കൈകളിൽ വരുന്ന നന്മകൾ നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ അത് സ്ലിപ്പായി പോകുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് അത് പ്രാപിക്കുവാൻ പറ്റാത്ത നിലയിൽ ആമേൻ ഹല്ലേലൂയ അത് മാറിപ്പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ ആമേൻ ഹല്ലേലൂയ 38 വർഷമായി കിടക്കുന്ന ഈ വ്യക്തി കുളത്തിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ, ദൂതനിറങ്ങി കുളം കലക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കുളത്തിലിറങ്ങി സൗഖ്യമായി കടന്നു പോകുന്നു. എന്നാൽ ഇവൻ്റെ വീട്ടുകാരെക്കുറിച്ച് അതിൽ പറയുന്നില്ല, സുഹൃത്തുക്കളെക്കുറിച്ച് പറയുന്നില്ല, ആരെയും കുറിച്ച് പറയുന്നില്ല. ആമേൻ ഹല്ലേലൂയ. പക്ഷെ ഇവന് കുടുംബമുണ്ട്, ആമേൻ ഹല്ലേലൂയ ഇവന് ഫാമിലി ഉണ്ടായിരിക്കാം, അതൊന്നും അതിൽ പറയുന്നില്ല. എത്രയൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞിരുന്നാലും ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ കാണണ്ടേ? ഒന്ന് ചിന്തിച്ച് നോക്കി, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കാണണ്ടേ? ഹല്ലേലൂയ. ഇവനെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല. പക്ഷേ ആരുമില്ലെങ്കിലും ഒരുവനുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആരൊക്കെ നമുക്ക് വിരോധമായി നിന്നാലും, ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നമ്മളെ സഹായിക്കാനില്ലെങ്കിലും ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ പേരാണ് ക്രിസ്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ ആരുമില്ലെന്ന് നമ്മൾ ചിന്തിക്കരുത്. എന്നെ സഹായിപ്പാൻ ഒരു വ്യക്തിയുമില്ലെന്ന് നമ്മൾ ചിന്തിക്കരുത്. ആമേൻ ഹല്ലേലൂയ. ഒത്തിരി പേര് പറഞ്ഞു കാണും, എടാ നിന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. ആമേൻ ഹല്ലേലൂയ. നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാൻ, നിന്നെ ഒന്ന് ആ കുളത്തിലോട്ടൊന്ന് കൊണ്ടിറക്കുവാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു കാണും. പക്ഷെ അവനൊരു പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് എനിക്കൊരു വിടുതലുണ്ട്, അല്ലെങ്കിൽ അവൻ അവിടെ കിടക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. ആ ഒരു പ്രതീക്ഷയാണ് കർത്താവ് ആമേൻ അവനിലേക്ക് അടുക്കുവാനുള്ള കാരണം, കർത്താവ് അവനിലേക്ക് വരുവാനുള്ള കാരണം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പ്രതീക്ഷയറ്റ മണ്ഡലങ്ങളിൽ നിങ്ങളായിരിക്കുന്നു. ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ മേഖലകളിൽ നിങ്ങളായിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്, കരുതുന്ന ഒരു ദൈവമുണ്ട്. എത്ര പഴക്കം ചെന്ന പ്രശ്നമാണെങ്കിലും ആമേൻ ഹല്ലേലൂയ, എത്ര ആമേൻ ഹല്ലേലൂയ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നമാണെങ്കിലും പരിഹരിക്കുന്ന ഒരുവൻ നിങ്ങളെ തേടി വരും. ഉറപ്പുണ്ടോ? വിശ്വസിക്കുവാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങളെ തേടി വരുന്ന ഒരുവനുണ്ട്. ആമേൻ ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരുവൻ, അത്ഭുതങ്ങളുടെ ദൈവം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. ഈ ദൈവം നിങ്ങളെ തേടി വരും. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എത്ര പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ആമേൻ ആ വിഷയം കൈമാറുവാൻ തയ്യാറാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വലിയ വിടുതലുകൾ കണ്ടിരിക്കും, വലിയ അത്ഭുതങ്ങൾ കണ്ടിരിക്കും, വലിയ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയുവാനുണ്ടായിരിക്കും. എത്ര പഴക്കമുള്ളതായിക്കൊള്ളട്ടെ, എത്ര പഴക്കം ചെന്നതായിക്കൊള്ളട്ടെ, വിടിവിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നും അവൻ നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങളെ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.